1 ലേഖനം 10 21 22 വാക്യം. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല, നാം കർത്താവിന് ക്രോധം ജ്വലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? ദൈവം തന്റെ ജനത്തിൽ നിന്നും പൂർണ്ണമായ വിശ്വസ്തത ആഗ്രഹിക്കുന്നു. അവനെ ആരാധിക്കുന്ന വിശ്വാസികൾ ഒരേ സമയം അന്ധകാര ശക്തികളോടും ലൗകികതയോടും കൂട്ടുകൂടുമ്പോൾ അത് ദൈവത്തിന് ക്രോധം ജനിപ്പിക്കും. ദൈവത്തിന്റെ ന്യായവിധിയെ നേരിടാൻ തക്കവണ്ണം മനുഷ്യൻ അവനേക്കാൾ ശക്തനല്ല എന്നതാണ് ഈ വചനത്തിന്റെ കാതലായ അർത്ഥം. വിശുദ്ധ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ തീക്ഷ്ണതയുള്ള സ്വഭാവത്തെയാണ്. വിഗ്രഹാരാധനയിലൂടെ ജനം ദൈവത്തിന് അസൂയ ജനിപ്പിച്ചപ്പോൾ മരുഭൂമിയിലും പിൽക്കാലത്തും ദൈവകോപത്താൽ ഇസ്രായേൽ ജനം ഒന്നടങ്കം തകർക്കപ്പെട്ട ചരിത്ര പശ്ചാത്തലം ആവർത്തന പുസ്തകം 32 21 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെക്കാൾ ശക്തരായി ആരും വിചാരിക്കരുത് എന്നും അവിടുത്തെ ന്യായവിധിയെ ഭയപ്പെടണമെന്നും കർത്താവായ യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് നമ്മെ പഠിപ്പിച്ചു. ശരീരത്തെ കൊന്നിട്ട് പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട, കൊന്നതിനു ശേഷം നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ എന്ന് യേശു പറഞ്ഞതായി ലൂക്കോസ് സുവിശേഷം 12 4 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ മറന്ന് അവിശുദ്ധമായതിനോട് വിട്ടുവീഴ്ച ചെയ്യുന്ന സഭകൾക്ക് എതിരെ യേശു തന്റെ കോപത്തിന്റെ വാളുമായി വരും എന്ന് വെളിപ്പാട് പുസ്തകത്തിലും താക്കീത് നൽകുന്നു. വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇവിടെ ഇപ്രകാരം ഉദ്ധരിക്കുവാൻ കാരണം എന്താണ്? കൊരിന്ത്യ സഭയിലെ ചിലർ തങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് വിഗ്രഹ ക്ഷേത്രങ്ങളിലെ വിരുന്നുകളിൽ പോകുന്നതിൽ തെറ്റില്ല എന്ന് വാദിക്കുകയും കർത്താവിന്റെ ന്യായവിധിയെ നിസ്സാരമായി കാണുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് അവരോട് കഠിനമായി ചോദിക്കുന്നു, നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും ഒരേ സമയം പങ്കുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുകയാണോ? അവിടുത്തെ കോപം ജ്വലിപ്പിക്കാൻ നിങ്ങൾ അവനേക്കാൾ ശക്തരാണോ? ദൈവത്തിന്റെ പരമാധികാരത്തെ ഭയപ്പെടാനും വിട്ടുവീഴ്ചയില്ലാത്ത വിശുദ്ധി പാലിക്കാനും കൊരിന്ത്യരെ നിർബന്ധിക്കാനാണ് വിശുദ്ധ പൗലോസ് ഇവിടെ ഇപ്രകാരം പറയുന്നത്. ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും താഴെ പറയുന്നവയാണ്. 1. നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു കാര്യത്തിനും 2ാം സ്ഥാനം പോലും പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം തീക്ഷ്ണതയുള്ളവനാകുന്നുവല്ലോ. 2. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് എന്ത് പാപം ചെയ്താലും ദൈവം ശിക്ഷിക്കില്ല എന്ന ചിന്താഗതി ദൈവത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആത്മീയമായ ധാർഷ്ട്യം നമ്മളിൽ ആർക്കും ഉണ്ടാകരുത്. 3. ദൈവത്തിന്റെ ന്യായവിധിക്ക് മുൻപിൽ നാം വെറും പൊടിയാണ് എന്ന ബോധ്യത്തോടെ അവിടുത്തെ കോപിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുക. വിനയവും ജാഗ്രതയും നമ്മുടെ മുതൽക്കൂട്ട് ആയിരിക്കട്ടെ. ചുരുക്കത്തിൽ, ദൈവത്തിന് അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ ലൗകികതയോട് വിട്ടുവീഴ്ച ചെയ്യരുത്. അവന്റെ ന്യായവിധിയെ നേരിടാൻ നമുക്ക് കഴിയില്ല. അതിനാൽ വിനയത്തോടെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് മുന്നോട്ട് പോവുക. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.